ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഇന്നൊരു വെള്ളിയാഴ്ച ഞങ്ങളൊരു പുറത്ത് പോയൊരു വ്ളോഗാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം പിള്ളേരെയും കൊണ്ടാണ് പാർക്കിലോട്ട് പോയത്. അപ്പം ഞാനുണ്ട്, മമ്മിയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, ബ്രദറ് എല്ലാവരും ഉണ്ട്. അപ്പം പാർക്കിൽ പോയപ്പോൾ എൻ്റെ ട്വിൻസിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഒരാൾ തീരെ കൈ ആ പുല്ലുമേൽ കുത്തുന്നുണ്ടായില്ല. അവനെന്തോ ആകെ ഒരു ഇഷ്ടക്കേട് പോലെയായിരുന്നു. പക്ഷേ കുഞ്ഞാൾ ശരിക്കും നല്ലവണ്ണം എൻജോയ് ചെയ്തു എന്ന് എനിക്ക് പറയാം. അതിനുശേഷം കുറച്ചധികം സമയം കൂടി പാർക്കിൽ ഞങ്ങൾ കുറച്ചധികം കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. എന്നാലും രണ്ടുപേരും നല്ലവണ്ണം കളിച്ചു കേട്ടോ. കുഞ്ഞാൾക്കാണ് കൂടുതൽ ഇഷ്ടമായത്. മൂത്തയാൾ അധികം അങ്ങനെ കളിക്കുന്നുണ്ടായില്ല. കാരണം അവൻ ആ പുല്ലിൽ കൈ കുത്തുമ്പോൾ ആ പുല്ല് ഇങ്ങനെ കൈ കൊള്ളുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ അധികം അങ്ങനെ നിലത്ത് കൈ കുത്തുന്നുണ്ടായി. വീഡിയോയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞങ്ങൾ അവിടെ ഈ തൊട്ടിലുള്ള ഒരു ഊഞ്ഞാലിലിരുത്തി. സോറി ഫോർ ദാറ്റ്. അപ്പം അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂത്തയാൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇളയാളും അത്രയും അങ്ങനെ ഊഞ്ഞാലിരുത്താൻ അത്രയും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒമാനിലുള്ളവർക്കറിയാം ഇത് കോറം പാർക്കാണ്. അപ്പം ഈ പ്രവാസിയായിട്ട് ജീവിക്കുന്നവർക്ക് ആകെ ഒരു വെള്ളി, ശനി അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ടിങ്ങിനായിട്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഔട്ടിങ്ങിനായിട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അവരുടെ ബോഡിയൊക്കെ ഒരു റിജുവനേറ്റ് ആകണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഔട്ടിങ്ങിന് കൊണ്ടുപോയാലാണ് ശരിയാവുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടായിട്ടുള്ളത്. നാട്ടിലാകുമ്പോൾ കുഞ്ഞുങ്ങൾ മണ്ണിലും ചെളിയിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചാലാണ് അവർക്കൊരു പ്രതിരോധ ശേഷിയും അതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ വെള്ളത്തിലൊന്നും കളിക്കാനായിട്ട് വിടരുത്. കാരണം അമീബ മസ്തിഷ്ക ജ്വരം ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നെടുത്തിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ വെള്ളത്തിൽ വിടാതെ കുഞ്ഞുങ്ങളെ കഴിവതും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ സാധാരണ മണ്ണിലും ചെളിയിലൊക്കെയാണ് നമ്മൾ കളിച്ച് വളർന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം അത് പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറച്ചധികം സമയം ഞങ്ങൾ പാർക്കിൽ ചിലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഒരാൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഒരാൾക്ക് തീരെ എൻജോയ് ചെയ്തില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ സന്ധ്യ ആകാറായി തുടങ്ങിയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. അടുത്തൊരു വ്ലോഗ് കാണുന്നവരേക്കും ബൈ ഫ്രം സോഫി.